ഇത് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വാങ്ങി വെച്ച താലിയാണ്. ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ നിന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തും. എല്ലാം തടസ്സമില്ലാതെ നടക്കാൻ അച്ഛനോട് പ്രാർത്ഥിക്കും. ഞാൻ കാരണം പ്രിയൻചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തില് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല. ഇങ്ങനൊരു അമ്മയെ കിട്ടുന്നത് എന്റെ ഭാഗ്യ. പരസ്പരം പ്രണയിക്കുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടാതെ നീ പ്രിയന്റെ കൂടെ തന്നെ നിന്ന് പൊരുതി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കാണാൻ പാടാണ്. ഏതൊരമ്മയും തന്റെ മകനെ തന്നേക്കാൾ നന്നായി നോക്കുന്ന ഒരു ഭാര്യയെ കിട്ടണം എന്നെ പ്രാർത്ഥിക്കൂ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാവും നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അമ്മേ, ഞാൻ നോക്കാം. ആ സാറോ, പ്രിയൻചേട്ടാ, പി.കെ. സാർ വന്നിട്ടുണ്ട്. വരൂ സാർ. ഇരിക്കൂ സാർ. ഇരിക്കണം സാർ. പറു, സാറിനൊരു കോഫി എടുക്ക. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ ഇരിക്കേ. നമസ്കാരം. അമ്മേ, അമ്മേ ഇരിക്കാൻ പറ. നിങ്ങളുടെ ദേഷ്യത്തിന് ഒരു ന്യായമുണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം ജീവന് വില കൽപ്പിക്കാതെയാ പ്രിയൻ എൻ്റെ മകനെ രക്ഷിച്ചത്. അത് മനസ്സിലാക്കാതെ അവനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പ്രിയനെ മാത്രമല്ല, പാർവതിയെയും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ സാർ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമ ചോദിക്കരുത്. ആർക്കും സംഭവിക്കാവുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് നടന്നത്. അത് സാരമില്ല സർ. ഈ പ്രായത്തിൽ നീ കാണിക്കുന്ന പക്വത ഞങ്ങൾക്ക് പോലുമില്ല. നിന്നെപ്പോലൊരു നല്ല മകനെ വളർത്തിയതിന് നിന്റെ അമ്മയ്ക്ക് എന്നും അഭിമാനിക്കാം. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മകനെയാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചത്. വേണ്ട പ്രിയ, നിന്റെ അമ്മ അവരുടെ മനസ്സിലുള്ള വിഷമം പങ്കുവയ്ക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്താലും ഓരോ തവണയും ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചോര ഒഴിക്കേണ്ടി വരും. നടന്നതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിച്ച് പ്രിയനെയും പാർവതിയും ജോലിക്ക് വിടണം. കൈലാഷിന് വേണ്ടി എന്റെ മകനും മരുമകളും മരണത്തിന്റെ വക്ക് വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇവരെ കമ്പനിയിലേക്ക് ജോലിക്ക് വിടണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോലും എങ്ങനെയാണ് പറ്റുന്നത്? ഇനി ഇവര് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യില്ല. സാറിന് പോവാ. അമ്മേ, അമ്മ അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ നീ ഒരു അക്ഷരം മിണ്ടി പോരുത്.